നമസ്കാരം. PM ശ്രീയിൽ ആടിയുലയുകയാണ് ഇടത് മുന്നണി. സാക്ഷാൽ പിണറായി വിജയൻ നേരിട്ടിറങ്ങിയിട്ടും ഒരിഞ്ച് അനങ്ങിയിട്ടില്ല CPI. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും മന്ത്രിമാർ പിന്മാറുമെന്ന് അറിയിച്ചതോടെ ഹാലിളകിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്. സമവായത്തിനായി മണിക്കൂറുകളോളം പിണറായി വിജയൻ തന്നെ ചർച്ച നടത്തിയിട്ടും CPI വഴങ്ങാത്തത് CPMന് വല്ലാതെ വലയ്ക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ പ്രതിഫലനം ഇന്ന് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ കണ്ടു. നെല്ല് കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ വിളിച്ച യോഗം ബഹിഷ്കരിച്ച് പിണറായി പുറത്തേക്ക് മടങ്ങി. ഇടതുമുന്നണിയിലെ തിരുത്തൽ ശക്തിയാകാൻ ശ്രമിക്കുന്ന CPIയെ അതേ രീതിയിൽ മുഖ്യമന്ത്രിയും CPMും തരം കിട്ടുമ്പോഴെല്ലാം തിരിച്ചടിക്കുമെന്ന സൂചന ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. മറുവശത്ത് ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറയുന്ന ബിനോയ് വിശ്വം എന്തുകൊണ്ട് അത് പൊട്ടിക്കുന്നില്ല എന്നതും ചോദ്യമായി ശേഷിക്കുകയാണ്. എന്തുകൊണ്ട് ബിനോയ് വിശ്വത്തിന് കൃത്യമായ നിലപാട് പറയാൻ കഴിയുന്നില്ല? മന്ത്രിമാരെ പിൻവലിച്ചതോടെ തീരുമോ CPIയുടെ പ്രതിഷേധം? ഈ വിഷയമാണ് ഡിബേറ്റ് 360 ഇന്ന് പരിശോധിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നത് കോൺഗ്രസ് പ്രതിനിധി ശ്രീ നേമം ഷജീർ, LDF പ്രതിനിധി അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, രാഷ്ട്രീയ നിരീക്ഷകൻ B റെജി എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, നിങ്ങളുടെ ഘടകകക്ഷികളെ പോലും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിശ്വാസ്യതയിൽ എടുക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് പോലും നിങ്ങളെ വിശ്വാസമില്ല. ആ ഒരു പദ്ധതി എന്തുകൊണ്ടാണ് നിങ്ങൾ കേരള സമൂഹത്തിന് മുൻപിൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത്? ലിജിനെ, ഇപ്പം നിങ്ങൾ CPI ഒന്ന് പിണങ്ങി നിൽക്കുന്നു എന്നാണ് പറയുന്നതിൽ അങ്ങനെയാണ്. നോക്ക്, PM ശ്രീയെ പറ്റി എന്താണ് നിങ്ങൾക്കൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഇപ്പം കോൺഗ്രസ് പറയുന്നുണ്ടല്ലോ അവർ ഇവിടെ ചെയ്തത് ശരിയാണ്. നോക്ക്, ആദ്യം ഇന്ത്യക്കകത്ത് ആദ്യം ചെയ്തതാരാണ്? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ ഇതൊക്കെ ഒപ്പിട്ടത്? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആര് ഭരിക്കുമ്പോൾ ഒപ്പിട്ടു എന്നതുകൂടെ അങ്ങ് പറഞ്ഞു പോകും. അല്ല, ഹിമാചൽ ഭരിച്ചപ്പോഴത്തേക്കും ആര് ഭരിച്ചപ്പോഴാണ്? കോൺഗ്രസ് സർക്കാർ ഭരിച്ചപ്പോഴാണ് അവിടെ ഒപ്പിട്ടത്. അതെ അതെ, അങ്ങനെയാണ്. അല്ലല്ല, അങ്ങ് പരിശോധിച്ചിട്ട് പറയൂ. ഹിമാചലും തെലങ്കാനയും കർണാടകയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ അങ്ങ് പറയുന്നത്. ഇപ്പൊ കർണാടകയിൽ എങ്ങനെ? അപ്പൊ നിങ്ങളെന്ത്? BJP സർക്കാർ ഇരുന്നപ്പോൾ ഒപ്പിട്ട പരിപാടി അത് ഏതെങ്കിലും സർക്കാർ മാറുന്ന സമയത്ത് അങ്ങനെ മാറാൻ പറ്റില്ല. അല്ല, 2023 ഇത് വരുന്നത് നിങ്ങളെല്ലാം പോലെ പറയുന്നത് നേരത്തെ വന്നതാണോ? അല്ലല്ലോ. PMC പദ്ധതി വന്നത് എങ്ങനെയാണ്? ഒപ്പിട്ടത് എന്താണ്? ഒപ്പിട്ടപ്പോൾ അവിടെ ഭരിച്ചതാരാണ്? കോൺഗ്രസ് പരിശോധിച്ചിട്ട് പറയും. ഞാൻ അതിലേക്ക് തർക്കത്തിലേക്ക് വേണ്ട. ഒരു കാര്യവും നോക്ക്, കേരളത്തിൽ ഈ PMC പദ്ധതി വഴി നമുക്ക് നമ്മളെ കുട്ടികൾക്കും അതുപോലെ അധ്യാപകർക്കും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ആ 1400 കോടി രൂപ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ 2023 വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ പദ്ധതി ഇതൊക്കെ പ്രകാരം നമുക്ക് കിട്ടുന്നില്ല. നോക്കൂ, ആര് ഭരിച്ചാലും ഞാൻ പറഞ്ഞത് ഇപ്പോൾ PMC പദ്ധതി വഴി ഇവിടെ കരിക്കുലം വിദ്യാഭ്യാസ പദ്ധതിയല്ലേ പറഞ്ഞത്. ഇപ്പം നമ്മളെ നേരത്തെ ഇരുന്ന BJPയുടെ സംസ്ഥാന സുരേന്ദ്രൻ പല കാര്യങ്ങളും പറഞ്ഞു, അത് ഇന്ന പഠിപ്പിക്കണം. നോക്കൂ, അങ്ങനെയൊന്നും നടക്കൂലെന്നേ. കേരളത്തിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നും നടക്കില്ല. അപ്പം നിങ്ങൾ പറയുന്ന വെച്ചാൽ നമ്മളെ ഘടകകക്ഷിയായ CPIക്ക് അതൊരു വിഷമമുണ്ടായിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും പറയില്ല. വിഷം അത് തീക്കാൻ വേണ്ടി CPMനും ഇതിൻ്റെ മുന്നണി നേതൃത്വം കൊടുക്കുന്ന CPMനും അതുപോലെ ഇടതുപക്ഷ കൺവീനറിനും അതിന് ബാധ്യതയുണ്ട്. അവരത് പരിഹരിക്കുമെന്നാണ് എനിക്ക് 100% ഉള്ളത്. അത് വിചാരിച്ചുകൊണ്ട് ഇപ്പം കോൺഗ്രസോ അല്ലെങ്കിൽ UDFോ ആ വേഴാമ്പലിനെ പോലെ ഇരിക്കാനേ പറ്റുള്ളൂ. ഞാനിത് പറയുന്നത് വെച്ചാൽ ഇപ്പം ഒരു പദ്ധതി ഒപ്പിട്ട് കഴിഞ്ഞു, അത് തിരിച്ച് ചെയ്താന്ന് വെച്ചാൽ പറ്റത്തില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആ പദ്ധതിയിലേക്ക് ഒപ്പിട്ടതെന്ന് നമ്മളെ മുൻ ദിവസങ്ങളിലെല്ലാം നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്തു. നമുക്ക് കിട്ടേണ്ട പൈസയാണ് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു കേന്ദ്രവും സംസ്ഥാനങ്ങളും ഭരിക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ടാക്സ് പിരിച്ചുകൊണ്ട് പോയ കേന്ദ്ര ഗവൺമെൻറ് അത് തിരിച്ച് നമ്മൾ ഇത് വരണമല്ലോ. അത് ആരോ ഭരിക്കിട്ട് ചിലപ്പോൾ നാളെ കോൺഗ്രസ് ആയിട്ട് ഇവിടെ ഭരിക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? നമ്മളെ പദ്ധതിയിൽ നമ്മളെ കുട്ടികൾക്ക് ഹിതമില്ലാത്ത പാഠങ്ങൾ വരണമെങ്കിൽ അതിന് നമ്മൾ ഓപ്പോസ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു രീതി. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ടി അതിൻ്റെ സെക്രട്ടറി ഒപ്പിട്ടത്. അത്
നിങ്ങൾ പറയാം ഇപ്പം CPIക്ക് അതിനൊരു വിഷമമുണ്ട് ഇല്ല എന്നൊന്നുമില്ല, പല ഘടകകക്ഷികൾക്കും അത് അറിവില്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്നാൽ അത് എന്തുകൊണ്ടാണെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPM-ഉം അതുപോലെ LDF-ൻ്റെ കൺവീനറും ഒക്കെ അത് പറഞ്ഞ് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടേണ്ട പൈസ എന്തിനാണ് ലാഭ്സാക്കുന്നത്, അതാക്ക് വേണ്ടി ഈ ഗവൺമെൻറ് കൊണ്ടുപോകാൻ അങ്ങനെയല്ലല്ലോ. ഈ കുട്ടികൾക്കും അധ്യാപകർക്കും നോക്കൂ, ഈ അധ്യാപകർക്ക് എന്നൊക്കെ എന്ന് പറയുന്നത് അവരെ ഇതേ പോകുന്നേ അവർ ജോലിയെ പോവും. ഈ കുട്ടികൾക്ക് കിട്ടേണ്ട പൈസ നമ്മളെന്തിനാണ് ഈ കൂടുതൽ പറഞ്ഞുകൊണ്ട് തടസ്സപ്പെടുത്തുന്നത്? ശരി, നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമാണ് തമിഴ്നാട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അവരുടെ ഫണ്ട് പിടിച്ചു വെക്കുകയും ഈ പദ്ധതിയിൽ ഒപ്പിട്ടില്ല എങ്കിൽ, MOU-വിൽ ഒപ്പിട്ടില്ല എങ്കിൽ അവർ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. MK സ്റ്റാലിൻ അവിടെ മുഖ്യമന്ത്രി എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അങ്ങ് പറയുന്നത് പോലെ 1400 കോടി രൂപ ഈ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത് ഒപ്പിട്ടതിന് ശേഷം മാധ്യമങ്ങളോട് കണ്ടപ്പോൾ പറഞ്ഞത് നമുക്ക് ഈ ഒപ്പിട്ടതിലൂടെ 1400 കോടി രൂപ ഇവിടെ ലഭിക്കും. മറ്റൊന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. ഇതിവിടെ MOU ഒപ്പിട്ട് കഴിഞ്ഞാൽ നിശ്ചയമായും അതിവിടെ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം ബാധ്യത നിങ്ങൾക്കുണ്ട്, സർക്കാരിനുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് പണമാണ് പ്രധാനം എന്ന് പറയുന്നത് ഇത് പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഈ പാഠപദ്ധതി വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ലിജിനൊന്ന് പരിശോധിക്കണം. ഇത് പരിശോധിക്കുന്നത് ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ വീതമാണ് ആദ്യഘട്ടത്തിൽ ഇവർ എടുക്കുന്നത്. PM ശ്രീ പദ്ധതിയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്, അതല്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യമാണ്. ദേശീയ വിദ്യാഭ്യാസത്തിന് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയം വരുമ്പോഴത്തേക്ക് കേരളത്തിന് ഹിതമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ പാഠപദ്ധതിയിൽ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ ഇല്ല. ശക്തമായി എതിർക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അവിടെ പ്രശ്നം നിങ്ങൾ ഒരു ഊരാക്കുടുക്കിൽ പെട്ടിരിക്കുകയാണ് സാർ, നിങ്ങൾ പെടുത്തിയിരിക്കുകയാണ് കേരളത്തിൽ. അതിന് കാരണം പറഞ്ഞുതരാം. ഇത് ഒപ്പിട്ട അന്ന് മുതൽക്ക് തന്നെ CPM-ന്റെയും സർക്കാരിന്റെയും ഭാഗമായിട്ടുള്ള ആൾക്കാർ പറയുന്നത് എന്താണ്, നമുക്ക് വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതാണ്. താങ്കൾ എവിടെയെങ്കിലും, താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ, ഈ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് അങ്ങത് അത്തരത്തിലൊരു പരാമർശം അങ്ങ് കണ്ടിട്ടുണ്ടോ? സംസ്ഥാനങ്ങൾക്ക് അവർക്ക് അനുചിതമായിട്ടുള്ള വിഷയങ്ങൾ മാറ്റാമെന്നും ഉചിതമായ കാര്യങ്ങൾ മാത്രം കൂട്ടിച്ചേർക്കാമെന്നും എവിടെയെങ്കിലും അങ്ങ് കണ്ടിട്ടുണ്ടോ? അങ്ങനെ അത് പറ്റില്ല. അത് കേന്ദ്ര സർക്കാർ നിക്ഷിപ്തമാണ്. ഞാൻ ഈ MOU ഒപ്പിടുമ്പോഴത്തേക്ക് തിരിച്ചൊരു ചോദിക്കുന്നത്, എവിടെയെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഹിതമില്ലാത്ത പാഠപദ്ധതികൾ ഉൾപ്പെടുത്തും എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളൂ? എന്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാതെ നിങ്ങൾക്ക് ഫണ്ട് തരും എന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണ് പോയി ഒപ്പിട്ടത്? അത് ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കേണ്ടത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ പാവപ്പെട്ടവർക്ക് ഈ വീടുകൾ നിർമ്മിക്കാൻ വേണ്ടി 40% സെൻട്രൽ ഗവൺമെൻറ്റെയും 60% കേരള സംസ്ഥാനങ്ങൾക്കുമുള്ള പദ്ധതി വന്നിട്ടുണ്ടല്ലോ, ലൈഫിനെ പോലത്തത്. ആ ലൈഫിനെ പോലത്തെ വന്നപ്പോഴത്തേക്ക് അവരെന്താണ് പറഞ്ഞത്, ആ 40% തരുമ്പോഴത്തേക്ക് അവർ പ്രൈം മിനിസ്റ്ററിൻ്റെ ഫോട്ടോയും കൂടി എല്ലാ വീട്ടിലും ഒട്ടിക്കുന്നത്. ബീഹാറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പണി പൂർത്തിയാകാത്ത വീടുകളിൽ സഹിതം പ്രൈം മിനിസ്റ്ററിന്റെ ഇത് ഒട്ടിക്കാന്. അതിവിടെ നടപ്പിലായോ? ഇല്ലല്ലോ. അപ്പൊ കേരളത്തിൽ അഡ്വക്കേറ്റ് സതീഷ് താങ്കൾ ചോദിച്ചതുപോലെ ഈ PM ശ്രീ പദ്ധതി നിങ്ങൾ എന്തിനാണ് ഒപ്പിട്ടത്? നേരിട്ടുള്ള ചോദ്യം, എന്തിനാണ് ഒപ്പിട്ടത്? അല്ല, നമുക്ക് കിട്ടേണ്ട ഫണ്ട് കിട്ടാൻ വേണ്ടി. ഫണ്ട് അവർ കേന്ദ്ര സർക്കാർ പിടിച്ചു വെച്ചു, തടഞ്ഞു വെച്ചു. തെറ്റാണ്. ഒരു നിമിഷം, അത് വാങ്ങണം, അക്കാര്യത്തിലൊന്നും സംശയമില്ല. അതിനവർ എന്ത് മാനദണ്ഡമാണ് പറഞ്ഞത്? കേന്ദ്രം മുന്നോട്ട് വെച്ച മാനദണ്ഡം എന്താണ് പറയൂ? ഞാൻ പറഞ്ഞു, മാനദണ്ഡം എന്താണ്? അവര് ദേശീയ പാഠപദ്ധതിയിലേക്കുള്ള NRT-യിൽ ഈ നമ്മൾ ഒപ്പിടണം. ഇതാണ് വിഷയം സാർ, അതാണ് വിഷയം. അതായത് കഴിഞ്ഞ 3 വർഷമായി CPI-യും CPM-ഉം അക്കാര്യത്തിലൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല, കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സംഘപരിവാർ RSS അജണ്ട അടിച്ചേൽപ്പിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികൾക്ക് പഠിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ CPM പെട്ടെന്ന് കളം മാറ്റി ചവിട്ടുകയാണ്. അവിടെയാണ് പ്രശ്നം. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് പറയുന്നു, MOU ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം പറയുന്നു ഞങ്ങൾ അതൊന്നും അനുവദിക്കില്ല, അതിവിടെ നടപ്പിലാക്കില്ല. എന്ത് ന്യായമാണ് സാർ? നമുക്ക് പരിശോധിക്കാൻ ഈ കാലാകാലങ്ങളിൽ നമ്മൾ ഇത് വരുമ്പോഴത്തേക്ക് ഇപ്പൊ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സഖാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പണ്ട് നമ്മൾ ലോക ബാങ്കിൽ നമുക്ക് ലോൺ വേണ്ട എന്നുള്ള ഒരു നയം അന്നും ഉണ്ടായിരുന്നു.
പക്ഷേ കേരളത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി അത് നമുക്ക് കാലാകാലങ്ങളിൽ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നയം മാറ്റാം, നമ്മുടെ സംസ്കാരം മാറ്റിവെക്കാം, ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഇത്തരത്തിലുള്ള അജണ്ടകൾക്ക് നമ്മുടെ കുട്ടികളെ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അതിലൊന്നും സംശയമില്ല. പണം മതി നമുക്ക്. ആ നിലപാടിലേക്ക് നിങ്ങൾ പോകുന്നതാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഈ കുട്ടികളെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ പഠിച്ചും അല്ലെങ്കിൽ അന്യ രാജ്യത്തൊക്കെ പഠിക്കുമ്പോഴത്തേക്കൊന്നും നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലല്ലോ. ഈ കുട്ടികളെയൊക്കെ നമുക്ക് പിടിച്ചെടുത്തേണ്ടത് നമ്മളെ അനിവാര്യമാണ്. അതുകൊണ്ട് വന്നോട്ടെ അല്ലേ? ഒറ്റ കാര്യമുള്ളൂ, ഇനി പറയരുത് ഞങ്ങളാണ് ഇവിടെ ഈ സംഘപരിവാർ ശക്തികൾക്കെതിരെ പോരാട്ടം നയിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയും. എന്ത് പരിഹാസ്യമാണ് സാർ അതൊക്കെ. ഇനി ദയവ് ചെയ്ത് അത് പറയാൻ അർഹത നിങ്ങൾക്കില്ല. എന്റെ ലെജിനെ ഇന്നലെയും ബഹുമാന ആലപ്പുഴയിലും അതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, ഒരു കാരണവശാലും സംഘപരിവാറിന്റെ കൂടെ നിൽക്കാൻ നമ്മൾ ഒരു കാരണവശാലും നിൽക്കില്ല. ഞാൻ വരാം. ശരി. ശ്രീ ഷജീർ, ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ MOU ഒപ്പിട്ട് കഴിഞ്ഞാൽ എന്താണ് അടുത്ത നടപടി എന്നുള്ളത് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് വരെ ഇന്ന് അറിയാം. എല്ലാവരും പത്രവും ചാനലും ഒക്കെ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ അറിയാം. പക്ഷേ മുഖ്യമന്ത്രി ഇന്നലെയും പറയുന്നു ഞങ്ങൾ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ അനുവദിക്കില്ല. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു സമാനമായ കാര്യം. ഈ പറഞ്ഞതുപോലെ MV ഗോവിന്ദൻ പറയുന്നു നടപ്പിലാക്കില്ല. ഇത് ആരെ പറ്റിക്കാനാണ്? ശരിക്കേ നമുക്ക് CPA പറ്റിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ശരിക്കും എത്ര ലാഘവത്തോടു കൂടിയാണ് ഞങ്ങൾ 1000 കോടി രൂപയ്ക്ക് വേണ്ടിയാണ് തീരുമാനമെടുത്തു എന്ന് എത്ര നാണമില്ലാതെയാണ് ഇദ്ദേഹം ഇവിടെ ഇരുന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്താണ്? അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ സ്വഭാവം, കേരളത്തിൻ്റെ സ്വഭാവം, പൊതു സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് ക്ലാസ് റൂമിൽ നിന്നാണ് ഇല്ലേ? നമ്മുടെ ഓരോരുത്തരും എങ്ങനെ ഈ നാട്ടിൽ പ്രവർത്തിക്കണം, ചിന്തിക്കണം, സംസാരിക്കണം എന്ന് രൂപീകരിക്കുന്നതും തീരുമാനമെടുക്കുന്നതും നമ്മളെയൊക്കെ ഉണ്ടാക്കുന്നതും എല്ലാം ക്ലാസ് റൂമിൽ നിന്നാണ്. ഈ വിദ്യാഭ്യാസ മേഖലയിലൂടെ കാവ്യവൽക്കരണം നടത്തി ഒരു സമൂഹത്തെ മുഴുവൻ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ 1000 കോടി രൂപ ഇവിടെ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും BJPയും ഇവിടെ കക്കൂലിയായിട്ട് കൊടുക്കുന്നു എന്ന തിരിച്ചറിവ് പോലും ഇല്ലാതായി എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകർ. ഞാൻ ചോദിക്കട്ടെ, 1000 കോടി രൂപ എന്ന് പറയുന്നത് ആരുടെയെങ്കിലും ഔദാര്യമാണോ? ഇത് കേരളത്തിൽ അവകാശപ്പെട്ടതാണ്. അതിൽ വെറും 1400 കോടി രൂപയിൽ 1000 കോടി രൂപ സ്വാഭാവികമായി നമുക്ക് കിട്ടേണ്ടതാണ്. വെറും 400 കോടി രൂപയാണ് PM-ശ്രീ പദ്ധതി വഴി കിട്ടുന്നത്. ഇവർ 1400 കോടി എന്ന് പറഞ്ഞ് ആരെയും പേടിപ്പിക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ഞാൻ പറയുന്ന നേരത്തെ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി അതിന് വിരുദ്ധമായി ആര് നിലപാട് സ്വീകരിച്ചാലും അതിനെതിരെ പോരാട്ടം നടത്തി കോടതിയിൽ പോയാൽ അവർ നീതി നേടി വരാൻ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ കേരളമല്ല, ഈ രാജ്യം മുഴുവൻ ഈ പറയുന്ന ഈ BJPയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാടാൻ എടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ബംഗാളായിരുന്നാലും ബംഗാളിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി BJP തീരുമാനമെടുക്കുന്നു, തമിഴ്നാടിൻ്റെ സംസ്കാരത്തിന് വിരുദ്ധമായി തീരുമാനമെടുക്കുന്നു, കേരളത്തിൻ്റെ സംസ്കാരത്തിന് വിരുദ്ധമായി തീരുമാനമെടുക്കുന്നു. അപ്പോൾ 1000 കോടി പോകുന്ന അല്ലെങ്കിൽ 400 കോടി രൂപയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തു എന്ന് ഇവിടെ പ്രിയപ്പെട്ട വസന്തൻ പറയുമ്പോൾ എത്ര കോടി രൂപയാണ് ഈ സർക്കാർ പൊളിച്ചു കളഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഈ PSCയുടെ ചെയർമാൻ അടക്കമുള്ള ആളുകൾക്ക് 4 ലക്ഷം രൂപ ഇവിടെ ആശാപ്രവർത്തകർ 100 രൂപയ്ക്ക് സമരം ചെയ്യുമ്പോഴാണ് നിങ്ങൾ കൊടുത്തത് അല്ലേ? ഇത് റിലയൻസിന് 100 കോടി രൂപയുടെ നിക്ഷേപം നടത്തി 1 രൂപ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. അങ്ങനെ എത്ര കോടി രൂപയാണ് നിങ്ങൾ അടിച്ച് ദൂർത്തജിയോടെ കളഞ്ഞത്? പ്രധാനമന്ത്രിക്ക് ഹെലികോപ്റ്റർ മേടിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ മുഖം വലിയ മഹാനാണെന്ന് മഹത്വവൽക്കരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ലക്ഷങ്ങൾ പൊടിപൊടിച്ച് കളയുന്നു. ഉദ്ഘാടന മാമാങ്കത്തിന് ഒരു കുറവുമില്ലല്ലോ. എന്ത് പരിപാടി വന്നാലും വലിയ സെലിബ്രിറ്റി സിനിമാ താരങ്ങളെയും കൊണ്ടുവന്ന് കോടികളും ലക്ഷങ്ങളും പൊടിപിടിച്ച് കളയുന്ന ആളുകളല്ലേ നിങ്ങൾ? അത്രയും ഈ പണത്തിനെ കുറിച്ച് ജാഗ്രത ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഗവർണൻസ് ഇവിടെ കാഴ്ചവെക്കണ്ടേ? അഴിമതി രഹിതമായിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കണ്ടേ? അതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊരു അന്തർധാരയാണ്, ഡീലാണ്. വളരെ വ്യക്തമാണ്. ഇവിടെ CPM RSSന് മുമ്പിൽ അല്ലെങ്കിൽ കീഴടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 400 കോടി രൂപയ്ക്ക് വേണ്ടിയല്ല. ഇപ്പം ഞാൻ പറയുന്നത് ഈ ഒരു ഡീൽ ഉണ്ടാക്കിയില്ലെങ്കിൽ പിണറായി വിജയൻ്റെ മകളും പിണറായി വിജയനും ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഒരു തർക്കവുമില്ല. ഇനിയൊരു തുടർ ഭരണം വേണമെങ്കിൽ ഇവരുടെ സഹായം വേണം. കഴിഞ്ഞ ദിവസം ABVP ഒരു പൂച്ചണ്ട് കൊടുത്തില്ലേ? ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞതാണ്. ABVP പൂച്ചണ്ട് കൊടുക്കുമ്പോൾ ഒരു കുഴപ്പവും സുരേന്ദ്രൻ അഭിനന്ദിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല. നമുക്കറിയാം ഗവർണർ, സംഘി ഗവർണർ അഭിനന്ദിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല. അല്പം മുഖം ചുളിയെങ്കിലും ചെയ്യണ്ടേ? ഒരു അസ്വസ്ഥയെങ്കിലും ഒരു വിദ്യാഭ്യാസ മന്ത്രി പ്രിയപ്പെട്ട ശിവൻകുട്ടി RSSനെയും BJPയും തോൽപ്പിച്ച് അധികാരത്തിൽ കയറിയ ആൾ എന്ന് വീമ്പ് പറയുന്ന ആളാണല്ലോ. ഒരല്പം നെറ്റിയെങ്കിലും ചുളിയണ്ടേ? അല്പം അസ്വസ്ഥതയെങ്കിലും പ്രകടിപ്പിക്കട്ടെ? വലിയ സന്തോഷമല്ലേ പ്രകടിപ്പിക്കുന്നത്? ഇവിടെ ABVPയും സുരേന്ദ്രനും ഗവർണറും പറയുന്നത് എന്താണ്? കാവ്യവൽക്കരണം അല്ലാതെ വേറെന്താണ്? ഹിന്ദുത്വത്തിൽ ഊന്നിയ ഉള്ളടക്കങ്ങൾ
രാജ്യത്തെ കുട്ടികൾ പിന്നെ അന്യമത വിദ്വേഷം അല്ലെങ്കിൽ അവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതികൾ ഉൾപ്പെടുത്താൻ തീരുമാനമെടുക്കുമ്പോൾ അത് കേരളത്തിൽ നടപ്പിലാക്കും. രാജ്യത്തെ കീറിമുറിക്കാൻ പിന്നെ ഉപകരിക്കുന്ന സവർക്കർ അടക്കമുള്ള ഈ രാജ്യത്തെ രണ്ടായി വായിക്കാൻ ആഗ്രഹിച്ച സവർക്കറിന്റെ ജീവചരിത്രം പഠിക്കണമെന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ അവർ അഭിനന്ദിക്കുമ്പോൾ മന്ത്രി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുള്ളത്. അതിന് നിഷേധിക്കാനോ തള്ളിപ്പറയാനുള്ള മനസ്സ് കാണിക്കട്ടെ. ഇവിടെ നിങ്ങൾ പൂച്ചെണ്ട് മേടിച്ചത് അടുത്ത വോട്ട് മേടിക്കാനാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇവിടെ നിങ്ങൾക്ക് നയമല്ല വലുത്, ഇടത് സർക്കാരിന് പണമാണ് വലുത്, ഒരു തർക്കവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഈ കേരളം എന്ന് പറയുന്ന മഹത്തായ മതനിരപേക്ഷ മൂല്യം ഏറ്റവും നല്ല രീതിയിൽ ഉയർത്തിപ്പിടിച്ച ഈ കേരളത്തെ RSSന്റെ തൊഴുത്തിൽ, വർഗീയവാദികളുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ പിണറായി വിജയൻ കൂട്ടുനിൽക്കുന്നു. ഇപ്പോൾ പിണറായി വിജയൻ വിചാരിക്കുന്നത് എന്തോ നരേന്ദ്രമോദി വലിയ ത്യാഗം സഹിച്ച് 1400 കോടി രൂപ കേരളത്തിൽ കൊടുക്കുന്നു എന്നാണ്. PM ശ്രീ പദ്ധതി വഴി 400 കോടി രൂപ എന്ന് പറയുന്നത് എളുപ്പത്തിൽ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ആ പണം നൽകുന്നത്. നിങ്ങൾ കേരളത്തിലുള്ള ആളുകളാണല്ലോ. കേരളത്തിലെ സാധാരണ സ്കൂളുകളുടെ നിലവാരം നോക്കൂ, അതിൻ്റെ ഭൗതികമായിട്ടുള്ള പിന്നെ സ്ട്രക്ചേഴ്സ് നോക്കൂ. PM ശ്രീ പദ്ധതി വഴി നടപ്പിലാക്കുന്ന കെട്ടിടത്തിനേക്കാൾ അതിൻ്റെ പിന്നെ ഗുണനിലവാരത്തേക്കാൾ കൂടുതലാണ് നിലവിലെ സ്കൂളുകളുടെ സ്ട്രക്ചേഴ്സിനും ഇൻഫ്രാസ്ട്രക്ചർ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യമുള്ള സ്കൂളുകൾ നിലവിലുണ്ട്. അവിടെ ഗുണനിലവാരമുള്ള പാഠ്യപദ്ധതികൾ നിരവധിയുണ്ട്. മറ്റതിനേക്കാൾ മികച്ചതാണ്. പിന്നെ ഒരു PM ശ്രീ പദ്ധതി കൊണ്ട് നിന്ന് മാറ്റം കൊണ്ടുവരാനാണ്. ഇപ്പോൾ കേരളം തന്നെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചൊരു സംസ്ഥാനമാണ്. PM ശ്രീ പദ്ധതി വഴിയാണ് അത് അങ്ങനെ ഉണ്ടായത്. ഇനി നിങ്ങൾ പറയുന്നു ഇനി പാഠ്യപദ്ധതിയുമായി പിന്നെ നരേന്ദ്രമോദി എന്നാൽ പിണറായി വിജയൻ ചേർക്കും. എങ്ങനെ ചേർക്കും? NCERT സിലബസും പാഠ്യപദ്ധതിയും അവരവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് ഉൾപ്പെടെ കേരളത്തിൽ കൊടുത്തുവിടുമ്പോൾ നിങ്ങൾ കീറി കളയൂ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പുസ്തകം വിതരണം ചെയ്യുന്നത് സർക്കാരല്ലേ? അതല്ലാതെ വസന്തന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ AKG സെന്ററിൽ നല്ലല്ലോ പുസ്തകങ്ങൾ പാഠ്യപദ്ധതിയും കൊടുക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് പ്രതിഷേധിക്കുന്നത്? അപ്പോൾ ചുമ്മാ ആളുകളെ വീണ്ടും എല്ലാ സ്കൂളിലും അല്ല. ഞാൻ ചോദിക്കുന്നത് ഒരു വർഷത്തിലേക്ക് എവിടെന്നെങ്കിലും അല്ലല്ലോ കിട്ടുന്നത്. അവരെന്ത് പുസ്തകം പഠിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുന്നത് കൊണ്ടാണല്ലോ ആ പദ്ധതി നടപ്പിലാക്കാൻ പറയുന്നത്. അപ്പോൾ അതൊന്നും അല്ല കാര്യം. നിങ്ങൾ എത്രയൊക്കെ പറ്റിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. എല്ലാ ചർച്ചയിലും പോയി കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയെന്ന് പറഞ്ഞ് ചുമ്മാ തട്ടുപിടിക്കാറ്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ പറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം നടപ്പിലാക്കിയത് BJP ഭരിക്കുമ്പോഴാണ്. നിങ്ങൾ BJPയുടെ വക്താവായി മാറിയത് കൊണ്ട് എല്ലാം അങ്ങനെ കാണേണ്ട കാര്യമില്ല. MOU ഒപ്പിട്ടാൽ തിരിച്ചു പോകാൻ പറ്റില്ല, പിന്നീട് വരുന്ന സർക്കാരിന് തിരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അല്ലാതെ ഒരിടത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനി എവിടെയെങ്കിലും കോൺഗ്രസ് ചെയ്താൽ ഇവിടെ ഞങ്ങൾ ചെയ്യുമെന്ന് പറയുന്നതാണോ ന്യായം? CPM എന്തുമാത്രം സമരം ചെയ്തിട്ടുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ എല്ലാ ചർച്ചയിലും പറയുന്നത് തന്നെയാണ്. ഇവിടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ അധികാരം, ഫെഡറൽ അധികാരത്തെ കവർന്നെടുത്തിട്ട് പിണറായി വിജയൻ മിണ്ടാട്ടമില്ലേ? എന്തെടുത്താലും വലിയ വീരവാദം പറയുന്ന ആളാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു സംസ്ഥാനത്തിന്റെ അധികാരം കവർന്നെടുക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ എങ്ങനെയാണ് ഇടതുപക്ഷ ഗവൺമെന്റിന് കഴിയുന്നത്? നരേന്ദ്രമോദിയും BJPയും RSSും നാഗ്പൂരിൽ നിന്ന് തീരുമാനിക്കും ഇവിടുത്തെ കുട്ടികൾ ഇവിടുത്തെ രാജ്യത്തെ പിന്നെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതല്ലെങ്കിൽ മറ്റുള്ളവരും അപകടകാരികളെന്ന് പാഠ്യപുസ്തകത്തിൽ അടിച്ചു വെക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ പഠിക്കണമെന്നാണോ പിണറായി വിജയൻ പറയുന്നത്? അങ്ങനെ ഒരു വലിയ അധികാരം കവർന്നെടുക്കുമ്പോൾ മിണ്ടാതിരിക്കണമോ? ഇനി എത്രയോ സമരങ്ങൾ SFI ഇവിടെ നടത്തി. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലെ വാണിജ്യവൽക്കരണത്തിനെതിരെ എത്ര സമരം നടത്തി. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് വാണിജ്യവൽക്കരണമാണ്. എന്തേ മിണ്ടാട്ടമില്ലേ പിണറായി വിജയന്? അതിനുശേഷം ഞങ്ങൾ കാവ്യവൽക്കരണത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര തവണയാണ് നിങ്ങൾ ഗവർണറെ തടഞ്ഞത്? ഇവിടെ തെരുവിലിറങ്ങാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളാണ് വലിയ പോരാട്ടം നടത്തുന്നത്. RSSനെതിരെ പോരാട്ടം നടത്താൻ, കാവ്യവൽക്കരണം നടപ്പിലാക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ പോരാട്ടം നടത്താൻ ഈ SFI അല്ലാതെ മറ്റാരും ഇല്ല എന്ന് പറഞ്ഞു നടന്നവരല്ലേ? ഇവിടെ നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, നാണമുണ്ടോ? പൈസ എണ്ണി മേടിച്ച് കാവ്യവൽക്കരണം നടപ്പിലാക്കിയാണ്. RSSന്റെ ഏജന്റായി മാറുകയാണ്. വർഗീയതയിൽ പിള്ളേരുടെ തലച്ചോറിലേക്ക് വിഷം കുത്തിവെക്കാൻ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ എത്ര അപകടമാണ്. അത് നിസ്സാരമല്ല. നിങ്ങളുടെ 1000 കോടി രൂപയേക്കാൾ എത്രയോ വലുതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ 30 വെള്ളി കാശ് മേടിച്ചു കൊണ്ടുവന്ന് ഈ കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അവരെ വർഗീയവാദികളാക്കാൻ പറ്റത്തില്ല. അവരെ നല്ല മനുഷ്യരായി വളർത്തണം. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ കഴിഞ്ഞ മാനവ സ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന മലയാളികളായി വളർത്താൻ കഴിയണം. എല്ലാ കാലത്തും ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ മലയാളികളും അഭിമാനിക്കുന്നത് എന്താണ്? ഞങ്ങൾ വർഗീയവാദികളല്ല. ഞങ്ങളെപ്പോഴും മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ഞങ്ങളുടെ കുട്ടികളും അങ്ങനെ ആവണം. എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന കുട്ടികളാണ്. അതിനു പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു ഗുണമേ ഉള്ളൂ. ഷൂസ് നക്കിയ സവർക്കർ ആ പാഠ്യപദ്ധതിയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റും. അത് കുട്ടികൾ പഠിക്കില്ലായിരിക്കും. പക്ഷെ സ്വാതന്ത്ര്യ സമരം അടക്കമുള്ള രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച എത്രയോ വലിയ പോരാട്ടങ്ങൾ, ദേശസ്നേഹികളുടെ രക്തസാക്ഷികളുടെ ചരിത്രം ഈ വരുന്ന തലമുറകൾ പഠിക്കാതെ പോകുമെന്നുള്ള ഏറ്റവും വലിയ അപകടത്തെയാണ് നിങ്ങൾ തിരിച്ചറിയാനുള്ളത്. അല്ലാതെ 1000 കോടി രൂപയല്ല. ശരി, ശ്രീ ബി റജി, ഈ എപ്പോഴും ഉയർന്നു കേട്ടൊരു തുകയാണ് 1400ഓളം കോടി രൂപ എന്നുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ വിഷയം എന്ന് പറയുന്നത് CPI
അതായത് LDFിനുള്ളിൽ തന്നെ ശക്തമായ കലഹമുണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെന്തു സർക്കാരാണ്, കൂട്ടുത്തരവാദിത്തമില്ല ഇല്ലാത്ത മുന്നണിയാണ്, ഇങ്ങനെയാണ് ഒരു മുന്നണി സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നു, അതും പാളിപ്പോകുന്നു. മന്ത്രിമാർ ഇപ്പോൾ ഈ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ളൊരു നിലപാടിലേക്ക് അവരുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ചോദ്യം ഇതാണ്, ഈ ഉള്ളിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ബിനോയ് വിശ്വത്തിന് ഇപ്പോഴും അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് പറയാൻ പറ്റുന്നില്ല, ഉറച്ച നിലപാട് എടുത്തുകൊണ്ട് രംഗത്ത് വരാൻ പറ്റുന്നില്ല. അതിന് കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഈ മന്ത്രിമാർ മാറി നിൽക്കുമോ, സമയാസമയം അറിയിക്കും, യഥാസമയം അറിയിക്കും എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് പോവുകയാണ്. നോക്കൂ ലിജിൻ, മന്ത്രിസഭയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി, അതാണ്ട് 17 അംഗങ്ങളുള്ള ഒരു പാർട്ടിയാണ് CPI. അപ്പോൾ മന്ത്രിസഭയിൽ ഒരു വിഷയം ചർച്ച ചെയ്യുന്നു, അതായത് PM സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന PM ശ്രീ പദ്ധതി. അതിൽ ഒപ്പിടുന്ന വിഷയം സംബന്ധിച്ച് നയപരമായ ഒരു തീരുമാനമെടുക്കുവാൻ ക്യാബിനറ്റിൽ ഈ വിഷയം വരുന്നു. ഈ വിഷയം വരുമ്പോൾ അത് ചർച്ചയ്ക്ക് ചെയ്യാതെ അത് മാറ്റിവെക്കുന്നു. എന്ന് വെച്ചാൽ നയപരമായ ആ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. അങ്ങനെ കൈക്കൊണ്ടാതിരിക്കുന്ന ഒരു തീരുമാനത്തിന്മേലാണ് ഇത് ഒപ്പുവച്ചിരിക്കുന്നു, ഇതിൻ്റെ ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ പിറ്റേ ദിവസം വരുന്നത്. അപ്പോൾ ഇത് ക്യാബിനറ്റിൽ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തെ ബാധിക്കുന്നതാണ്. ഈ മന്ത്രിസഭയിലെ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മന്ത്രിസഭയിൽ വിശ്വാസമില്ല. ഈ മന്ത്രിസഭ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി മാന്യത ഉള്ളവരാണെങ്കിൽ രാജിവെച്ച് ഒഴിയേണ്ട സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഇവിടെ പല കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഈ നയപരമായിട്ട് ക്യാബിനറ്റ് തീരുമാനമെടുക്കാത്ത ഒരു വിഷയത്തിൽ ഏത് സെക്രട്ടറിയാണ്, വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയാണ് ആ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ ലംഘനമാണ്. സെക്രട്ടേറിയറ്റിൻ്റെ ഭരണനിർവഹണത്തിലെ വലിയ കടുത്ത അപഭ്രംശമാണ്, അല്ലെങ്കിൽ നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ആ വകുപ്പ് സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. നയപരമായ തീരുമാനത്തിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം മാത്രമേ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള കരാറുകളിൽ ഏർപ്പെടുവാൻ കഴിയൂ. ഈ 2024 തന്നെ ഒരു കത്ത് അയക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ സന്നദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2024 തന്നെ ആദ്യം ഒരു കത്ത് അയക്കുകയാണ്. അതെ, അപ്പോൾ നയപരമായ തീരുമാനം ക്യാബിനറ്റ് എടുത്തിട്ടില്ല. രണ്ട് ക്യാബിനറ്റിൽ വിഷയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ്. മാത്രമല്ല ഇത് LDFിലും ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു. തലേ ദിവസം ഒപ്പിട്ടിട്ട് വന്നിട്ട് ഈ 16-ാം തീയതി ഒപ്പിട്ടിട്ട് 22-ാം തീയതി ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം മൗനം പാലിക്കുകയാണ്. CPIയുടെ പ്രമുഖ നേതാവായ രാജൻ റവന്യൂ മിനിസ്റ്റർ ചോദിക്കുന്നു, ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. അപ്പോൾ ഇത് കാപട്യത്തിൻ്റെ ഒരു സർക്കാരാണ് ലിജിൻ. അതായത് കപടതയാണ് മുഖമുദ്ര. അതായത് ഈ 400 ശ്രീ നേമം സജീർ പറഞ്ഞതുപോലെ 400 കോടിയാണ് PM ശ്രീ പദ്ധതി വഴി ഒപ്പിട്ടാൽ കിട്ടുന്നത്. അത് 1400 എന്ന് പറഞ്ഞിട്ട് ഒരു പെരുപ്പിച്ച കണക്ക് പറയുന്നു. ഇനി 1400 ആണെന്നിരിക്കട്ടെ, നമ്മുടെ ഈ വർഷത്തെ ബഡ്ജറ്റിൻ്റെ തുക എത്രയാണെന്നറിയാമോ? കേരളത്തിൻ്റെ 2025-26 വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1,98,582 കോടി രൂപയുടെ ബഡ്ജറ്റാണ് നമുക്കുള്ളത്. ഈ ഇത്രയും ബഡ്ജറ്റുള്ള നമ്മുടെ സംസ്ഥാനത്ത് 482 കോടി രൂപ വലിയൊരു സംഖ്യയായിട്ട് കരുതാൻ നമുക്ക് കഴിയുമോ? ഇനി അങ്ങനെ കരുതാൻ കഴിയുവാണെങ്കിൽ തന്നെയും ഈ സർക്കാരിന്, അതായത് കേരളത്തിൻ്റെ ഒരു സൈക്ക് എന്താണ് കേരളത്തിൻ്റെ ഒരു സൈക്ക് എന്താണ്? ഇത് മതേതരത്വ മനസ്സാണ്. കേരളത്തിലെ 99% ആളുകളും മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഈ CPMൻ്റെ അല്ലെങ്കിൽ ഇടത് സർക്കാരിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്ന മതേതരത്വമായിരുന്നു കുറേ കാലം വരെ. അപ്പോൾ ഇത് സംബന്ധിച്ച് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോൾ അതിനെ അതിശക്തമായി അന്ന് മുതൽ ഇതിനെ എതിർത്തുകൊണ്ടിരുന്നത് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും, അതായത് ഏറ്റവും കൂടുതൽ കോൺഗ്രസും അതിൻ്റെ എതിർപ്പിൽ മുന്നിലുണ്ടായിരുന്നു. ഇത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ CPMO അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഇടതുപക്ഷവും അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിശക്തമായി ഈ NEPA നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ ശക്തമായി എതിർത്തുകൊണ്ടുണ്ടായിരുന്നു. ഇന്ന് മന്ത്രിസഭയിലുള്ള
PWD മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ലേഖനം, അദ്ദേഹം നേരത്തെ എഴുതിയ ലേഖനത്തിൽ ഇതിൽ പല പോയിന്റുകളാണ് റേസ് ചെയ്തിരുന്നത്. ഒന്ന്, നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ദർശനത്തിന് വിരുദ്ധമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കേന്ദ്ര സർക്കാരിൻ്റെ. ഇനി ഇത് വിദ്യാഭ്യാസ കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇത് വർഗീയവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, സാമൂഹ്യ നീതിയുടെ നിഷേധമാണ്, ധനസഹായത്തിൽ സംസ്ഥാനങ്ങൾക്ക് കുറവ് വരുത്തുന്നു, ഫെഡറലിസത്തിന് എഗനിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു. ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യ ആർജിച്ച നേട്ടങ്ങളെ തകർക്കാൻ കാരണമാകുന്നതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് SFIയും അതിൻ്റെ യുവജന LDFിൻ്റെ CPMൻ്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ കാവ്യവൽക്കരണത്തിനെതിരെ അതിശക്തമായി രംഗത്തിറങ്ങിയ അതേ പാർട്ടിയുടെ നേതൃത്വമാണ് ഇവിടെ ക്യാബിനറ്റിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട്, പാർട്ടി നേതാക്കളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട്, മന്ത്രിമാരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട്, ഘടകകക്ഷിയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് രായ്ക്ക് രാമാനം ഒപ്പിട്ടിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി കരാർ ഒപ്പിട്ടിട്ട് ഇവിടെ അത് നിശബ്ദത പാലിക്കുന്നത്. ഇതിൽ രഹസ്യ അജണ്ടയുണ്ട്. ഇത് കാപട്യത്തിൻ്റെ സർക്കാരാണെന്ന് ഞാൻ പറയാൻ കാര്യം, കള്ളത്തരം പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇവരുടെ ഒരു മുഖമുദ്രയായിട്ട് മാറിയിരിക്കുകയാണ്. നോക്കൂ, ഇന്നത്തെ പത്രത്തിൽ ദ ഹിന്ദു ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഒരു ഫുൾ പേജ്, ആദ്യത്തെ ഫസ്റ്റ് പേജ് പരസ്യം വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് നവകേരള സദസ്സിലെ 12 ലക്ഷം പരാതികൾ ഞങ്ങൾ പരിഹരിച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് അതിശയം തോന്നുകയാണ്. എന്താണെന്നറിയാമോ? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 29/1/2024 നിയമസഭയിലെ ബഹുമാന്യനായ PC വിഷ്ണുനാഥ് MLA ഒരു ചോദ്യം ചോദിച്ചു. നവകേരള സദസ്സ് വഴി എത്ര പരാതികളാണ് ലഭിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? 6,42,076 പരാതികളാണ് നവകേരള സദസ്സിൽ സ്വീകരിച്ചതെന്ന് പറഞ്ഞു. ഇനി അത് ജില്ലാ തലത്തിൽ പോകുമ്പോൾ ഏതാണ്ട് 6,524 21 താലൂക്ക് തലത്തിലെ പരാതികളും കൂടെ ലഭിച്ചു. അങ്ങനെ 6,42,000 പരാതികൾ കിട്ടിയ സ്ഥാനത്താണ് ഇന്ന് പത്രത്തിലെ ഒരു വലിയ ഫുൾ പേജ് പരസ്യം കൊടുത്തിട്ട് പറയുന്നത് ഞങ്ങൾ നവകേരള സദസ്സിൽ ലഭിച്ച 12 ലക്ഷം പരാതികൾ പരിഹരിച്ചു എന്ന്. അപ്പോൾ കാപട്യങ്ങൾ കൊണ്ട്, കള്ളപ്രചരണങ്ങൾ കൊണ്ട് യഥാർത്ഥ വസ്തുതകളെ മറയ്ക്കുന്നു. ഇവിടുത്തെ കേരളീയ മനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന വർഗീയവൽക്കരണത്തിനെതിരെയും കാവ്യവൽക്കരണത്തിനെതിരെയും ചരിത്ര നിഷേധത്തിനെതിരെയും ജനമനസ്സുകളെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണ പരിപാടികളാണ് നമ്മുടെ കേരളം കേട്ടിട്ടുള്ളത്. ഇനി അതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകരെന്ന് പറയുന്നതും ഇടതുപക്ഷമായിരുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു താത്വികമായ ഒരു അടിത്തറയുണ്ട്. ആ അടിത്തറയിൽ വിള്ളൽ വീഴ്ത്തിരിക്കുകയാണ്. ഇത് ഏറ്റവും രസമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2021 2016 ഒക്കെ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തി. എന്താണ് കാര്യം? അവർ ചില മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്നു. ഇടതുപക്ഷ മനസ്സ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട്, അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഈ 9.5 വർഷം കഴിഞ്ഞ് 9.25 വർഷത്തെ ഭരണം കഴിഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറി എഴുന്നേറ്റ് ഈ കേരളത്തിലെ ജനങ്ങളോട് പറയുകയാണ്, ഞങ്ങൾ പറയുന്നു എന്താണ്, ഇടതുനയം നടപ്പാക്കുന്ന സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുതെന്ന്. അപ്പോൾ എന്തുകൊണ്ട് നയം നടപ്പാക്കാനല്ലേ ഈ സർക്കാർ കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നത്? പിന്നെ എന്തിനാണ് ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത്? പിന്നെ എന്തിനാണ് ഈ പ്രകടന പത്രിക മുഴക്കുന്നത്? പിന്നെ എന്തിനാണ് ഇടതുപക്ഷ ആശയങ്ങൾ പ്രഖ്യാപിക്കുന്നത്? പിന്നെ എന്തിനാണ് ഇടതുപക്ഷ സർക്കാരെന്ന് കേരളത്തിലെ സർക്കാർ നിരന്തരം കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇത് ഈ കാപട്യമാണ്. അങ്ങേയറ്റത്തെ കാപട്യം കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയും പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അകന്നു പോവുകയും അന്തർധാര വഴി മറ്റെന്തോ ലക്ഷ്യങ്ങൾ സാധിക്കാൻ വേണ്ടി രഹസ്യ അജണ്ടകൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ മാധ്യമങ്ങളെയും കേരളത്തിലെ നിയമസഭയെയും മുന്നണിയിലെ ഘടകകക്ഷികളെയും മുന്നണിയിലെ മന്ത്രിമാരെയും പാർട്ടി നേതാക്കളെയും പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള രഹസ്യ അജണ്ടയുടെ ഭാഗമായി ധാരണാപത്രങ്ങൾ ഒപ്പിടുന്നത്, ജനങ്ങളെ കബളിപ്പിക്കുന്നത്. ലിജിൻ, അടുത്ത സതീഷ് ഇന്ന് MP ഗോവിന്ദൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സർക്കാർ അധികാരത്തിലുള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും അങ്ങ് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. അതായത് നിങ്ങൾക്ക് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. നിങ്ങളുടെ ഒപ്പമുണ്ടായിരിക്കുന്ന CPIയെ നിങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല. മറ്റ് ഘടകകക്ഷികൾ ആദ്യഘട്ടത്തിൽ വലിയ വിമർശനവുമായി രംഗത്ത് വന്നു. അതിനുശേഷം സാധാരണഗതിയിൽ പറയുന്നത് പോലെ പിണറായി വിജയൻ ഒന്ന് കണ്ണുരുട്ടിയാൽ അവിടെ ഇരിക്കുന്ന ടീമാണ് എന്ന രീതിയിലാണ് LDFിൻ്റെ യോഗത്തിൽ പല ഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. AASFും AIYFും പറഞ്ഞ SFIയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാ കാര്യത്തിനും സമരത്തിന് വേണ്ടി ചാടിയിറങ്ങുന്ന SFI ദയവ് ചെയ്ത് ഇനി സമരം ചെയ്യുമ്പോൾ മുണ്ടെടുത്തുകൊണ്ട് സമരം ചെയ്യരുത്. കാരണം ഈ കാവിക്കളഭം ജനം കാണുമെന്നായിരുന്നു. അത്രയ്ക്കും നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെ CPM അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സർക്കാർ അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? ലിജിനെ, ബഹുമാനപ്പെട്ട
CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങൾ എന്താണ് പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇപ്പം പണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പോലെയാണോ ഇന്നത്തെ കേരളത്തിലെ ആൾക്കാർ ജീവിക്കുന്നത്? അല്ലല്ലോ. പണ്ട് കർഷകരും കർഷക തൊഴിലാളികളും തൊണ്ട് തൊഴിലാളികൾ ആ ഒരു ഇത് മാറിക്കഴിഞ്ഞു. നിങ്ങളൊന്ന് മനസ്സിലാക്കി എന്നും പറഞ്ഞുകൊണ്ട് അതിൽ കൂടാണ് നമ്മൾ വളർന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളർന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടും നമ്മൾ അത് യന്ത്രവൽക്കരണത്തിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളും. അതാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഉദ്ദേശം നിങ്ങൾ ആ കോണ്ടസ്റ്റിലെടുക്കി. ഇപ്പം രാജ്യത്ത് ഇപ്പോൾ ഈ ഒരു സംഭവം നടക്കുമ്പോൾ താങ്കൾ പറയുന്നത് പോലെ ആ കോണ്ടക്സ്റ്റ് നമ്മുടെ രാജ്യം എന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഇന്ത്യയിലെ നിന്ന് കാവ്യവൽക്കരണത്തിലേക്ക് എത്തിയെന്ന് അല്ലല്ല ഞാൻ പറഞ്ഞത് അല്ലല്ല കാവ്യവൽക്കരണം. ഞാൻ ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് മോഡി ഗവൺമെന്റ് കൊണ്ടുവന്നതിന് പൗരത്വ നിയമം. ആ പൗരത്വ നിയമത്തെ ഏറ്റവും കൂടുതൽ ശക്തമായി അതിനെ പ്രതിരോധിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷത്തിലല്ലേ. നിങ്ങൾ അല്ല ഞാൻ പറഞ്ഞിട്ട് കേസുകൾ പിൻവലിച്ചോ? അല്ല ഞാൻ ഇത് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കൂ. അത് കഴിഞ്ഞിട്ട് കേരളത്തിന് കിട്ടേണ്ട ഇത് ഏത് വിഹിതം അതിനൊക്കെ സുപ്രീം കോടതി വരെ പോകുന്നു. നിങ്ങൾ പറയുന്നത് BJP നമുക്കുള്ളത് അത് കഴിഞ്ഞിട്ട് വിടൂ. വയനാട് ദുരന്തം ഉണ്ടായി. ആ ദുരന്തത്തിൽ ഒരു പൈസ നമുക്ക് മറ്റ് തെലുങ്കാനയിലും ആന്ധ്രയിലും മറ്റ് സംസ്ഥാനങ്ങളിലും കൊടുത്തപ്പോഴേ നമുക്ക് 1 രൂപ തന്നു. ഇതൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കേണ്ടത് എവിടെ നിന്നാണ്? നമ്മൾ കോടതികളിൽ പോകണു. കോടതി പറഞ്ഞില്ലേ നിങ്ങൾ മാനുഷികമായ പരിഗണന അവർ തന്നോ? അപ്പം ഇവർ പറയുന്നത് ഈ ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു ഗവൺമെന്റിന് ഭരിക്കണമെങ്കിൽ അവിടെ രൂപ മതിയാവേ പറ്റുള്ളൂ. സത്യം തന്നെയാണ്. അവരൊന്നും അനുവദിക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് പ്രതികരണം അങ്ങനെയൊന്നും കാണില്ലല്ലോ. നരേന്ദ്രമോദി പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പിണറായി വിജയൻ ഇത്രയും പെട്ടെന്ന് പോയി PMC. അങ്ങനെയൊന്നുമില്ല. എല്ലാം ചർച്ച ചെയ്ത് അത് മനസ്സിലാക്കി തന്നെ അദ്ദേഹം കൊടുത്തില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ CPI എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ 2ാം കക്ഷിയാണ്. അവരെ ബോധ്യപ്പെടുത്തേണ്ടത് 1ാം കക്ഷിയുടെ ഭാഗമാണ്. അത് അവർ ബോധ്യപ്പെടുത്തും എന്നാണ് പറയുന്നത്. കാര്യം ഞാൻ ഒരു ഘടകകക്ഷിയുടെ നേതാവാണ്. അപ്പോൾ നമുക്കും അത് മനസ്സിലാക്കണം. 1ാം കക്ഷി അത് മനസ്സിലാക്കി കൊടുക്കും. അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് മനസ്സിലാക്കുമ്പം എനിക്കൊന്ന് മനസ്സിലാവും. അത് മനസ്സിലാകുന്നില്ല. അതാണ് പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവർ ഇപ്പോഴും പറയുന്നത്, ഇന്നലെ അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി D. രാജ പറഞ്ഞത് ഈ MOU റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ മുൻപിലുണ്ട്. അല്ലല്ല, റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇവിടെ പിണറായി വിജയൻ പറയുന്നത് എന്താണ്? ഇതുമായി നമുക്ക് മുന്നോട്ട് പോകാം. CPM ഒരടി പിന്നോട്ട് പോയിട്ടുണ്ടോ? അല്ല ഞാൻ പറഞ്ഞിട്ട് അങ്ങനെയല്ല. മുഖ്യമന്ത്രി പറഞ്ഞ് അങ്ങനെയല്ല. ഒരു ഒപ്പിട്ട് പോയി. ആ ഒപ്പിട്ട് പോയതല്ല. അങ്ങനെയല്ല. അല്ലല്ല, അത് അബദ്ധവശാലൊന്നും ദയവ് ചെയ്ത് പറഞ്ഞു കളയല്ലേ. അല്ലല്ല, ഒപ്പിട്ട് പോയി എന്നുള്ള വാക്കിനുള്ള പ്രസക്തി ഇല്ല. അല്ല ജലീജിനെ MOU ഒപ്പിട്ടു. ഇനി നമുക്കതിന് എന്താണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം അനുസരിച്ചുള്ള NCERT പദ്ധതികളിൽ വരുമാനെങ്കിൽ നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്യും. 100% ചെയ്യും. അതിന് എന്താ കുഴപ്പം? അത് നടക്കുന്നതല്ല സാർ. അത് അങ്ങേക്ക് വളരെ കൃത്യമായി അറിയാം. ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അത് നടക്കുന്ന കാര്യമല്ല. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് സാർ നിങ്ങൾ ഒപ്പിട്ടത്. ഈ സർക്കാർ അതുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം കൃത്യമായ ധാരണയുണ്ട്. അല്ലാതെ ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊന്നും അവിടെ ഇരിക്കുന്നത്. ഈ വിഷയത്തെ പറ്റി വ്യക്തമായ ധാരണയുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുമുണ്ട്. എന്നിട്ട് നിങ്ങൾ ഒപ്പിട്ടതിന് ശേഷം എന്ന് പറയുന്നതാണ് ഈ 1400 കോടി എന്ന് പറയുന്ന ഈ കണക്ക്. താങ്കൾ ആദ്യഘട്ടത്തിൽ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. ഈ തമിഴ്നാടിനും പണം ആവശ്യമുണ്ട് സാർ. ആ സംസ്ഥാനങ്ങൾക്കും പണം ആവശ്യമുണ്ട്. മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും പണം ആവശ്യമുണ്ട്. പക്ഷെ അവർ പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി ഒന്ന് കണ്ടുരുട്ടി, നിങ്ങൾ ഒപ്പിട്ടില്ല എങ്കിൽ ഈ ഫണ്ട് തരില്ല എന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതെ ഓച്ചാനിച്ച് നിന്നില്ല. നിയമപരമായി പോരാടിയവർ അവിടെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവർ പറയുന്ന കാര്യങ്ങൾക്ക് അവർ പേപ്പർ നീട്ടി തരുമ്പോൾ ഇതാ ഞങ്ങളിതാ ഒപ്പിട്ടോ, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഫണ്ട് തരൂ എന്ന് പറയുകയാണോ സർ ചെയ്യേണ്ടത്? ഞാൻ അങ്ങനെ ആണെങ്കിൽ ഇതിന് മുമ്പേ 2023 നമുക്ക് ഒപ്പിടായിരുന്നല്ലോ. അങ്ങനെ ഒപ്പിട്ടില്ലല്ലോ. എന്തുകൊണ്ട്? അവിടെയാണ് ചോദ്യം. തീർച്ചയായിട്ടും അങ്ങ് അതിലേക്കാണ് വരുന്നത്. അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ 2-3 വർഷങ്ങളായി നിങ്ങൾ പറയുന്നത് മോഡി കണ്ണുകൂട്ടിയ പേടിക്കുന്ന ഒരു പ്രസ്ഥാനമൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഞാൻ പറഞ്ഞു ഇഷ്ടംപോലെ ജയിലിലും അടിയും അതുപോലെ ഇടിയും കൊണ്ടുവന്ന ഈ പ്രസ്ഥാനങ്ങളിൽ ഇന്ന് ഇരിക്കുന്ന നേതാക്കന്മാരൊക്കെ വന്നിട്ടുള്ളൂ. ഇല്ല, മറ്റു പ്രസ്ഥാനങ്ങളെല്ലാം ഓട് പൊളിച്ച് വന്നവരാണ്. അല്ലല്ല, അങ്ങനെയൊന്നും അങ്ങ് പറഞ്ഞു വെക്കില്ലേ. അല്ലല്ല, ഈ വേറെ ഒന്നും വേണ്ട. ഈ ഒറ്റ കാര്യം മാത്രം നമുക്ക് എടുത്താൽ മതിയല്ലോ സാർ. ഈ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഡൽഹിയിൽ വെച്ചൊരു കാര്യമുണ്ട്, പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകേണ്ട ഫണ്ട്
കേന്ദ്രം പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? കോടതിയിൽ പോകും. എവിടെ പോയി? കോടതിയിലാണോ പോയത്? അല്ല, ഞാൻ പറഞ്ഞു കോടതി പോയാൽ നിൽക്കൂ. തമിഴ്നാടിന് എന്താ കിട്ടുന്നില്ലേ? തമിഴ്നാടിന് കിട്ടുന്നില്ലേ? തമിഴ്നാടിന് എന്താ കോടതിയിൽ പോയത്? തമിഴ്നാട് എന്താണ് കൊടുത്തു? മുൻവിധിയോട് നിങ്ങൾ തന്നെ നേരത്തെ വിചാരിച്ചു. പശ്ചിമബംഗാളിന് കൊടുത്തോ? ഇല്ലല്ലോ. പിന്നെ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് നിങ്ങൾ തന്നെ മുൻവിധി എഴുതുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ, കൊടുക്കാതെ ഇരിക്കാൻ കഴിയും. ഒരു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയിൽ അവർ പറയും പോലത്തെ ഒപ്പിട്ടില്ലെങ്കിൽ അവർക്ക് ആ ഫണ്ട് കൊടുക്കൂല. സ്വാഭാവികമാണ്. അങ്ങനെയാണെങ്കിൽ അല്ല, എന്റെ ഒരു ചോദ്യം സാർ, നിങ്ങൾ ഈ കാലാകാലങ്ങളോളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് അല്ലല്ല, നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇടത് മുന്നണി പറയുന്ന കാര്യമുണ്ട്, CPM പറയുന്ന കാര്യമുണ്ട്. ഈ RSS അജണ്ട വർഗീയ അജണ്ടയാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. അതെനിക്കറിയില്ല. പക്ഷേ ആ വർഗീയ അജണ്ടയ്ക്ക് നിങ്ങൾ കീഴ്പ്പെടുന്നത് എന്തിനാണ്? അത്രയും പണം വേണ്ട എന്ന് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് എന്താ അതിനുള്ള ആർജവം നിങ്ങൾക്കില്ലേ? മറ്റെല്ലാത്തിനും നേരത്തെ ഇവിടെ ഈ നിയമം ഷജീർ സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ, ഒരു ഉദ്ഘാടനത്തിന് വന്നാൽ പോലും കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് ചെലവഴിക്കാൻ അറിയാം. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ കേന്ദ്രത്തിന്റെ ആ പൈസ വാങ്ങാതെ ഇവിടുത്തെ കുട്ടികൾക്ക് ഭേദപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ നിങ്ങൾക്ക് കഴിയില്ലേ? അതെ, ഞാൻ ഒരു കാര്യം, ഇപ്പൊ നിയമ ഷജീർ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇവിടുത്തെ വിദ്യാഭ്യാസ നയത്തിന് പറ്റിയ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ഇപ്പം NCERT ഒപ്പിടുമ്പോൾ തന്നെ നമ്മൾ മികച്ചാണ്. നേരത്തെ അവരൊന്നും ഇത് സമ്മതിച്ചിട്ടില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ നയവും അതുപോലെ തന്നെ മെഡിക്കൽ ഇതൊക്കെ ഇവര് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവര് സമ്മതിച്ചിട്ടുണ്ട്. അതൊക്കെ അതൊക്കെ അവര് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് പറയുന്നത് നമുക്ക് കുട്ടികൾക്ക് കിട്ടേണ്ടത്, നമ്മൾ ഈ വാശി പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് കിട്ടേണ്ടതുണ്ട്. ഇതാരും ഗവൺമെന്റ് കൊണ്ടുപോകണമെന്നല്ലോ. ഇത് കുട്ടികൾക്കും അതുപോലെ അവിടുത്തെ ടീച്ചേഴ്സും ഇത് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടികൾ അധ്യാപകർ അവരെ പിരിച്ചുവിടേണ്ടി വരും. ഞാനാണ് സാർ ചോദിക്കുന്നത്, ആ ഫണ്ട് നമുക്ക് കിട്ടിയില്ല എങ്കിൽ ഇവിടെ അധ്യാപകരെ പിരിച്ചുവിടാതിരിക്കാൻ, കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ കേരള സർക്കാരിന് കെൽപ്പില്ലാതെ പോയോ? അല്ല, ഞാൻ പറഞ്ഞിട്ട് എല്ലാത്തിനും ഫണ്ട് വേണം. അടിയറവല്ല, നമുക്ക് വീട്ടിൽ നിന്നൊന്നല്ല കൊണ്ടുവരുന്നത്. ശരിയാണ്, കേന്ദ്രം ചെയ്യുന്നത് അങ്ങേയറ്റം തെറ്റാണ് എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമൊന്നുമില്ല. ഞാൻ അതാണ് ചോദിക്കുന്നത്. പണത്തിന് വേണ്ടി ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്ന അവർ പറയുന്ന തിട്ടൂരം അനുസരിച്ച് പ്രവർത്തിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലേ? ഈ പൈസ വാങ്ങിച്ചത് MOയിൽ ഒപ്പിട്ടെന്ന് പറഞ്ഞുകൊണ്ട് NCERT ഞാൻ പറഞ്ഞില്ലേ, ഒരു വർഷം ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ മാത്രമേ വരുള്ളൂ. ഇത് 5 വർഷത്തിനകം നടപ്പിലാക്കണം എന്നുള്ള രീതിയിലാണ് പദ്ധതിയുടെ കാര്യമാണ്. ഞാൻ വരാം. ചെറിയൊരു ഇതേ ഒരു അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നല്ലേ പറയുന്നത്. MOയും ധാരണാപത്രം എന്ന് പറഞ്ഞാൽ പിന്നെ നിയമത്തിന് മുന്നിൽ നിൽക്കുന്ന സാധനമാണ്. അതിന് വിരുദ്ധമായി ഏതെങ്കിലും സർക്കാർ തമ്മിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല, ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നത് നിയമവിരുദ്ധമല്ലേ? കേരളത്തിൽ അനുയോജ്യമായില്ലാത്ത കാര്യങ്ങൾ അല്ലല്ല, ഞാൻ പറഞ്ഞ ശശിരെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ 400 കോടിയായിട്ട് കുറയ്ക്കുന്നു. നമ്മളെ വിദ്യാഭ്യാസ നയത്തിന് അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ അതിന് ഘടകവിരുദ്ധമായിട്ട് വന്നാൽ നമുക്ക് കോടതികളെ സമീപിക്കാന്ന്. ഇവിടെ കോടതികളില്ലേ? എല്ലാ കോടതികളും ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നില്ല. കേരളത്തിനെ സംബന്ധിച്ച് പദ്ധതികളാണ് അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് ഇവര് പല ഇതുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പൊ 9 വർഷം കൊണ്ടിരിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും വർഗീയ സംഘടന വന്നിട്ടുണ്ടോ? 9 ലക്ഷം കൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിനകത്ത് RSSനും BJPക്കും കടന്നു വരാൻ കഴിയില്ല. നിങ്ങൾ തന്നെ ഞാൻ ചോദിക്കട്ടെ, RSS പറഞ്ഞ കാര്യം മുഴുവൻ നടപ്പിലാക്കിയപ്പോൾ പ്രതിരോധിക്കുന്നത് പൊതു മലയാളികളാണ്. നിങ്ങൾ ആരെങ്കിലും പ്രതിരോധിക്കുന്നുണ്ടോ? നിങ്ങളുടെ നേട്ടമാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിങ്ങൾ തീരുമാനമെടുത്തപ്പോൾ ആരാണ് ചേർത്തത്? സതീശന്റെ 400 രൂപ ന്യായീകരിക്കല്ലേ ചെയ്യുന്നത്? ന്യൂനപക്ഷങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കുന്നത് കേരളത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ ഇവിടെ ഉണ്ടോ? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഞാൻ അതല്ല പിന്നെ പറയുന്നത്. എന്ത് സംരക്ഷണം കൊടുത്തു എന്ന് പറയും. അല്ല, ഞാൻ ഒരു കാര്യം പറ്റേ, ഇവിടുത്തെ മുസ്ലിങ്ങളായിരുന്നാലും ക്രിസ്ത്യനായാലും ന്യൂനപക്ഷങ്ങൾക്കായിരുന്നാലും ഈ ന്യൂനപക്ഷങ്ങൾക്കെല്ലാം സംരക്ഷണം കൊടുക്കുന്നത് കേരളത്തിലാണ്. സംസ്ഥാനങ്ങൾക്ക് അതിൽ വളരെ വ്യക്തമാക്കണം. ഞാൻ ചോദിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കും മുസ്ലിങ്ങൾക്കും
ഇവർ സംരക്ഷണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കൾ അല്ലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെല്ലാം അപകടകാരികൾ. അങ്ങനെയല്ല. ഇതിനകത്ത് മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളുടെയും അങ്ങനെയാണ്. എല്ലാ മലയാളികളും പരസ്പര സ്നേഹത്തോടുകൂടിയും മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അതാ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ സംരക്ഷണയിലല്ല എന്ന നിങ്ങളുടെ സംരക്ഷണത്തിൽ അവരൊന്നും ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ MOU ഒപ്പിട്ടാലും ഒരു കാരണവശാലും കാവ്യോൽക്കരണം കേരളത്തിൽ നടപ്പില്ല. കമ്മ്യൂണിസ്റ്റ് സതീഷ്, ഞാൻ അങ്ങയോട് നേരിട്ടൊരു ചോദ്യം. അങ്ങ് ഈ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട അങ്ങയുടെ അഭിപ്രായം എന്താണ്? അങ്ങയുടെ പാർട്ടിയുടെ അഭിപ്രായം എന്താണ്? കാവ്യവൽക്കരണം ഇല്ല എന്നാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞു ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അത് ബഹുമാനപ്പെട്ട ചെയർമാൻ ശരി, അത്രയും അല്ലല്ല അങ്ങ് പറഞ്ഞു അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു നിമിഷം, ചില കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് അങ്ങേക്കും ബോധ്യമുണ്ടല്ലോ. എന്റെ ചോദ്യം അതാണ്. ഉണ്ടല്ലോ. ഈ MOU ഒപ്പിട്ടതിലൂടെ ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടേക്ക് നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ അങ്ങേക്ക് ഇനി എന്തെങ്കിലും വ്യക്തത? നമുക്ക് ഹിതമില്ലാത്ത കാര്യങ്ങൾ ഒരു സംസ്ഥാനത്ത് നിങ്ങൾ പറയുന്ന വാദം തെറ്റാണ്. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞത് അങ്ങ് പറഞ്ഞ ഇതേ വാദമാണ്. അതായത് നമുക്ക് ഹിതമല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ മാറ്റാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. ഈ MOU തന്നെ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ ദേശീയ വിദ്യാഭ്യാസ നയം നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ടി വരും, പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടി വരും. ഈ പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഹിന്ദുത്വ അജണ്ട ഇവിടെ നടപ്പിലാക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവിടെ നിങ്ങൾക്ക് കോടതിയിലോ നിങ്ങൾ സമ്മതം മൂളിയിട്ടാണ് സാർ അവർ ഇവിടെ ഏൽപ്പിക്കുന്നത്. നിങ്ങൾ സമ്മതം മൂളിയിട്ടാണ് അവർ ഇവിടേക്ക് ആ വിദ്യാഭ്യാസ നയം നൽകുന്നത്. സ്വാഭാവികമാണ്. അതാണ് MOU. അതാണ് നിങ്ങൾ ഒളിച്ചിരുന്ന് കൃത്യമായി നിങ്ങളുടെ കൂടെ ഉള്ളവരെ പോലും അറിയിക്കാതെ ഒപ്പിട്ട് അവിടെ കൊടുത്തയച്ചത്. അതാണ് MOU. അത് റദ്ദാക്കണമെന്നാണ് കേരളത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുന്ന CPI ആവശ്യപ്പെടുന്നത്. എന്നിട്ട് പറയുന്നു ഞങ്ങൾ RSSന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കില്ല എന്ന്. ഞാൻ പറഞ്ഞിട്ട് നമ്മളൊരു പോളിസിയിൽ നമ്മൾ ഒപ്പിടുമ്പോഴത്തേക്ക് ഹിതമില്ലാത്ത ഇത് ഫെഡറൽ സിസ്റ്റം ആണെന്നേ. ഇത് അല്ലല്ല, ആ MOUവിൽ അങ്ങ് വായിച്ചപ്പോൾ ഏതെങ്കിലും ഒരു ക്ലോസ്, അതായത് ഈ സംസ്ഥാനങ്ങൾക്ക് ഹിതമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം എന്ന് ഏതെങ്കിലും ഒരു ക്ലോസ്? അല്ല, തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, NCERT അതിൽ MOUവിൽ ഒപ്പിടുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കണമെന്ന് അവിടെ പറയുന്നത് അതാണ് സാർ. ഈ ധാരണാപത്രം എന്ന് പറയുന്നത് അതാണ്. അതിനകത്ത് മറ്റെന്ത് ക്ലാരിറ്റിയാണ് ഇനി അങ്ങേക്ക് കുറവുള്ളത്? അദ്ദേഹം MOUയെ കുറിച്ച് അറിഞ്ഞൂടാ. അദ്ദേഹം എങ്ങനെ വക്കീലായി എന്നാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. ഞങ്ങൾക്ക് ഇതെല്ലാം സമ്മതമാണ് എന്നാണ് ധാരണാപത്രത്തിൽ ഒപ്പിടുന്നത്. നിങ്ങൾ അണ്ടർസ്റ്റാൻഡിംഗ് സാറേ എന്ന് വിളിഞ്ഞ RSS അതാണ്. ഈ RSSന്റെ ഹിജൻ അജണ്ട ഒപ്പിട്ടു, ധാരണാപത്രത്തിൽ ഒപ്പിടുന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒപ്പിടുന്നത്. അല്ല, അതിൽ എവിടെയാണ് RSSന്റെ കാവ്യവൽക്കരണം നടപ്പിലാക്കുന്നത്? എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? സിലബസിനകത്ത് അത് കൃത്യമായിട്ട് സിലബസിനകത്ത് വ്യത്യാസമുണ്ടാകും. ഇതാണ് അതിന്റെ സിലബസ് എന്ന് പറയുന്നുണ്ട്. അതിന് നിങ്ങളത് വായിച്ചു നോക്കാത്തോണ്ടാ. അതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസ മേഖലയെ ഇവിടെ ഈ പറയുന്ന കേന്ദ്രീകരിച്ചുകൊണ്ട്, വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് സിലബസ് തീരുമാനിക്കാൻ